ആക്ച്വലി ചിക്കൻ ഫ്രൈ ആയിട്ട് നോക്കരുത്, നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന പോലത്തെ അല്ല, ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ്, വേറൊരു ടൈപ്പ്. അത് പോട്ടെ സാർ, നമുക്ക് സാറിന്റെ ഫിലിമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. ഇപ്പം അശോകേട്ടൻ്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് മാത്രമേ ഇനി ഒട്ടും പറയാൻ പറ്റില്ല. ചിക്കൻ അല്ലേ മുമ്പിലിരിക്കണത്. ഞങ്ങൾ പക്ഷെ അതിന്റെ ഒരു വിശേഷം കേൾക്കാനല്ലേ ശരിക്കും പറഞ്ഞ വിളിച്ചേ. അന്നേരം വിശേഷം ഒന്ന് പറയണം. ഡയറക്ടർ പറയട്ടെ. ആക്ച്വലി ഞാൻ വേറൊരു പടമായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട്, ഞാനും ബിപിൻ ചന്ദ്രനും കൂടെ ചേർന്നിട്ട് ഒരു സിനിമയായിരുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇതിന്റെ റൈറ്റർ ബിനു തൃക്കാക്കര എന്ന് പറയും. അപ്പം ഞങ്ങൾ ബിനു ശശിറാം എന്നതിന്റെ പേര് മാറ്റി. അദ്ദേഹം ചെറിയ വേഷങ്ങളൊക്കെ സിനിമ ചെയ്യുന്ന ആളായിരുന്നു. പുള്ളി മൈ നെയിം ഈസ് അഴകൻ എന്ന് പറഞ്ഞൊരു സിനിമ എഴുതിയ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് സോണി ലെവലുണ്ട്, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. അപ്പോൾ അവൻ എന്നെ ഒരു ദിവസം വിളിച്ചിട്ട്, ചേട്ടാ എനിക്കൊരു കഥ പറയാനുണ്ട്, ഒന്ന് നാളെ വന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ വരാൻ പറഞ്ഞു. അപ്പം ഞാനത് 15 മിനിറ്റ് കൊണ്ട് കേൾക്കാമെന്നിരുന്നപ്പോൾ സ്ക്രിപ്റ്റുമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് വായിച്ച് കേട്ടെന്ന് ഞാൻ എൻ്റെ സിനിമയിൽ ഇത്രയും സ്ക്രിപ്റ്റ് കേട്ട് ചിരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അപ്പം തന്നെ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചേട്ടാ നമുക്കിത് പെട്ടെന്ന്, അത് വായിച്ചു കഴിഞ്ഞ് 2-ാം മാസത്തിൽ ഞാൻ സിനിമ തുടങ്ങി. അത്രയ്ക്ക് ആ സിനിമ ചെയ്യണമെന്ന് പെട്ടെന്ന് തോന്നി. അങ്ങനെ ചെയ്ത ഒരു സിനിമയാണ്. അപ്പം ഒരുപാട് ആൾക്കാരുണ്ട്. വിജയരാഘവൻ ചേട്ടനുണ്ട്, കുട്ടേട്ടനുണ്ട്, ആസിയ ചോഞ്ചനുണ്ട്, ഷാജോണുണ്ട്, ടിനി ടോം ഉണ്ട്, പോളിച്ചേച്ചിയുണ്ട്. പോളിച്ചേച്ചിയാണ് നായിക പടത്തിൽ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ് ഉള്ള, ശരിക്കും ഇതിനകത്ത് ഹീറോ സ്ക്രിപ്റ്റാണ്. ഞാൻ സാധാരണ ചെയ്ത സിനിമകളിലൊക്കെ വലിയ വലിയ താരങ്ങളായിരുന്നു ഹീറോസായിട്ട് അഭിനയിച്ചത്. പക്ഷേ ഈ സിനിമയിൽ ഏറ്റവും വലിയ നടന്മാരെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല നടന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ആ സ്ക്രിപ്റ്റ് സെൻട്രൽ ക്യാരക്ടറായിട്ട് ഇരുന്നുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. എനിക്ക് നല്ല പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ഒരുപാട് സ്ക്രിപ്റ്റ് സെന്റർ ആക്കുമ്പോൾ സാർ ഒരു ഫിലിം ചെയ്യുമ്പോൾ സാർ എന്തെങ്കിലും മെസ്സേജ് പ്രേക്ഷകന് കൊടുക്കും? തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഒരു മെസ്സേജ് ഉണ്ട്. അശോകേട്ട, ഈ പടത്തിന് അശോകേട്ടന് ഒരു കഥ കേട്ടപ്പോൾ അല്ലെങ്കിൽ കഥ ചെയ്തപ്പോൾ അശോകേട്ടന് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്ത ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇത് വേണമായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും? അല്ല, ഇങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടില്ല. ഈ ക്യാരക്ടർ ഇതുവരെ ചെയ്തിട്ടില്ല. വെള്ളമടിക്കുന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇത് ഓളിനോൾ ഇയാൾ ചെയ്യുന്ന കുറെ പ്രവൃത്തികളും പിന്നെ ഇതിന്റെ സബ്ജക്റ്റിന്റെ ഒരു ത്രെഡും ഒക്കെ ഒരു ഡിഫറെന്റിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും, പക്ഷെ ഈ സ്റ്റൈലിലല്ല അത്. അതൊരു വീട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണ്. എല്ലാ വീടുകളിലും നടക്കാറുണ്ട്. പക്ഷേ അത് ആ ആചാരപ്രകാരം അവിടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അനുസരിച്ചിട്ട് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളും കുഴപ്പങ്ങളും ഇതെല്ലാം കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് അവസാനം അതിലൂടെ ഒരു ചെറിയ മെസ്സേജും പറയുന്നുണ്ട് ഇത്. പിന്നെ ഇതെല്ലാം പറയുന്ന ഒരു ഫാമിലിയുടെ ബേസിലാണ്. അപ്പോൾ ഫാമിലിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ആയി മാറാൻ സാധ്യതയുള്ളൊരു പടമാണ്. അതിൻ്റെ അകത്ത് എല്ലാ വീടുകളിലും കാണുന്ന ക്യാരക്ടേഴ്സ് തന്നെയാണ് ഇതിൻ്റെ അകത്തും ഉള്ളത്. പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ ഭയങ്കര സൗകര്യമായിരിക്കും. അപ്പൊ എന്തായാലും ഞങ്ങള് ഫാമിലി കംപ്ലീറ്റ് അല്ലേ, നമ്മുടെ പ്രേക്ഷകർ കംപ്ലീറ്റ് പോയി ഈ ഫിലിം കാണും. മാക്സിമം ഞങ്ങൾ എന്താ പറയാ, അതിനെ ഹിറ്റിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും, ശ്രമിക്കും. അതല്ല ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. ഒരു നല്ല പടം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കണ്ടേ? തീർച്ചയായും. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കി ഒന്ന് പരീക്ഷിച്ചാലോ? തീർച്ചയായിട്ടും പരീക്ഷണാണേ അശോകേട്ടാ. വേറെ ടേസ്റ്റ്, നോർത്ത് ടേസ്റ്റ് ആണ്. ഒരു പരീക്ഷണം. അശോകേട്ടനെ മിക്കവാറും തല്ലും തോന്നുന്നുണ്ട്. അനങ്ങുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സ്പൈസി ആണെന്ന് തോന്നും, പക്ഷെ അല്ല, വലിയ സ്പൈസി ഇല്ല. ഇത് പക്ഷെ ഞാൻ കാശ്മീരി മുളക് അരയ്ക്കുന്നേ. അതാകുമ്പോ അധികം എരിവും കാണുന്നില്ല, നിറവും കാണുമല്ലോ. അങ്ങനെ ഒരു ഡിഫറെന്റ് ടേസ്റ്റ്. അവര് പറയുന്നത് ഇതിന് ചിക്കൻ ഫ്രൈ എന്നാണ്. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ട് നോക്കുമ്പോൾ ഇത് ഫ്രൈ അല്ല, പക്ഷെ അവർക്ക് ഇത് ചിക്കൻ ഫ്രൈ. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ട്രൈ ചെയ്തോണ്ട് തെറ്റൊന്നുമില്ല. പേര് പറയാൻ എനിക്കറിയാം, അപ്പൊ ഒരു പേരിടും. ഡയറക്ടർ സാർ അല്ലേ പേരിടും? ഓ, എനിക്കറിയാം. അശോകേട്ടൻ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞേച്ച് പോണേ. എന്താ കുഴപ്പമല്ലേ? കൊള്ളാം. ഇതിന് നമ്മൾ പേരിട്ടു, ചിക്കൻ ഫ്രൈ ഒക്കെ നമ്മൾ മാറ്റി. ഫിഫ ചിക്കൻ. ഓക്കെ, നമ്മുടെ ഒരു സിഗ്നേച്ചർ കിടന്നോട്ടെ. താങ്ക് യു അശോകേട്ടാ, താങ്ക് യു. ഈ പറഞ്ഞ പോലെ എനിക്കും സന്തോഷം, ഞാൻ ഉണ്ടാക്കിയ ഒരു ചിക്കൻ ഒരു പേര് കിട്ടിയല്ലോ. എനിവേ, വൺസ് അഗൈൻ താങ്ക് യു അശോകേട്ടാ, താങ്ക് യു വെരി മച്ച്. ചേട്ടനെ പോലെ എപ്പോഴും എന്നെ അന്വേഷിച്ചു വരുന്നതിന് ഐ എം സോ ഹാപ്പി. ഇനി പോകുന്നതിന് മുമ്പ് ഞാനൊരു ഗിഫ്റ്റ് തരാം, രണ്ടുപേർക്കൂടാണ്.
തൊട്ടാൽ രണ്ടുപേരും ആക്സെപ്റ്റഡ് ആയിട്ടാണ് അല്ലേ? ഒറ്റയ്ക്ക് കൊണ്ടുപോകും. ഒറ്റയ്ക്ക് ഒന്നും കൊണ്ടുപോകല്ല, ഷെയർ ചെയ്യത്തില്ല. പിന്നെ അശോകേട്ടൻ അങ്ങനത്തെ മനസ്സൊന്നുമില്ല. എന്ത് കിട്ടിയാലും എന്റെ വൈഫിന് വേണ്ടി കൊടുക്കും, അങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ അശോകേട്ടൻ അങ്ങോട്ട് ഷെയർ ചെയ്തില്ലെന്നാണ്. ഇതിനും കൊടുക്കണോ? ഇച്ചിരി ഇത് ഞാൻ ഡബിൾ പാക്കാ. ആണോ? പിന്നെ ഇവിടെ സ്ഥലം ഇല്ലാത്തോണ്ടാ ഞാൻ ഒരു കവറിലാക്കി. പാക്ക് ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ഷെയർ ചെയ്യണം. അശോകേട്ടൻ അല്ലെങ്കിലും ഷെയർ ചെയ്യും. ഐ നോ ഹിം. എനിവേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പൊ വിശേഷങ്ങൾ എല്ലാവരും അറിഞ്ഞു. ഈ പറഞ്ഞ പോലെ നമ്മുടെ ആനീസ് കിച്ചണിൽ വന്ന വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന എന്തിനാണ്? നമ്മുടെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ അന്വേഷിച്ച് വരുന്നവർക്ക് നമ്മൾ ഡബിൾ സപ്പോർട്ടായിരിക്കും കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ പ്രേക്ഷകർ എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക, സിനിമ പോയി കാണുക. അത് മാത്രമല്ല നമ്മുടെ ഒരു ട്രൂ ഹാർട്ടഡ് ബ്ലെസ്സിങ്സ് എല്ലാം കൊടുക്കുക, അവർക്ക് നല്ല ഫ്യൂച്ചറിലേക്ക് നമ്മൾ നയിച്ചു വിടുക. അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. Annie's Kitchen. Let's cook with love.